നമസ്കാരം. വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ വന്ന ശേഷം അവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ജനപ്രിയ സംവിധാനങ്ങളിൽ ഒന്നായിരുന്നു സ്ത്രീകളുടെ സൗജന്യ യാത്ര KSRTC ബസ്സിൽ. അതെന്തായാലും ഓർഡിനറി ബസ്സുകളിൽ, അതും പ്രിയദർശിനി ബസ്സുകളിൽ അവർക്ക് സൗജന്യ യാത്ര എന്നതൊക്കെ നല്ല കാര്യം ഓക്കെ. പക്ഷെ നമ്മളൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതി സമൂഹത്തിൽ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കണം. തമിഴ്നാട് നടപ്പിലാക്കി, കർണാടക നടപ്പിലാക്കി, അവിടെയുള്ളവർക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ അതുപോലെയല്ല മലയാളി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പിള്ളേരല്ലേ പിണ്ണാക്കല്ലേ തിന്നോട്ടെ എന്ന് പറഞ്ഞാൽ ചാക്കും വണ്ടി തിന്നുന്നവരാണ്. ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിലേ പോകൂ എന്നൊരു വാശിയുമുണ്ട്. നമുക്ക് ചില ഗതാഗത നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ ഇത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ സീറ്റിംഗ് കപ്പാസിറ്റി ആളുകളും പരമാവധി എത്ര പേർ നിൽക്കണം എന്ന നിയമമുണ്ട്. അതിൽ കൂടുതൽ കൊണ്ടുപോകാൻ പറ്റൂല. ഈ സൗജന്യം എന്ന് കണ്ടുകാണ്ട് അതിലേറെ ആൾക്കാർ ഇടിച്ചു കയറുമ്പോൾ അത് നിയമവിരുദ്ധതയായി പോവും. അപ്പോൾ ഒന്നുകിൽ സ്വാഭാവികമായിട്ടും വണ്ടി ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തമിഴ്നാട് ഇടുന്നത് പോലെ പിങ്ക് ബസ്സുകൾ അവർക്ക് വേണ്ടി ഇടേണ്ടി വരും. അതല്ലെങ്കിൽ ഒരു വണ്ടിയിൽ ലിമിറ്റ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ഈ സൗജന്യ യാത്ര ഒരു ദിവസം ഇത്ര യാത്ര എന്ന് നിജപ്പെടുത്തേണ്ടി വരും. അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഏതായാലും നമ്മുടെ നാട്ടിലൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതെങ്ങനെ വേണം എന്നതിനെ കുറിച്ച് പഠിക്കാതെ വളരെ പെട്ടെന്ന് ഞങ്ങളിത് എല്ലാം ചാടിക്കയറി നടത്തുന്നവരാണ് എന്ന് പറഞ്ഞതിന്റെ ബാലാരിഷ്ടതകൾ, എന്ന് കരുതി നടപ്പിലാക്കിയതിന്റെ ബാലാരിഷ്ടതകൾ ഈ സൗജന്യ യാത്രയിൽ കാണാനുണ്ട്. നല്ലോണം കാണാനുണ്ട്. ജനം, പ്രത്യേകിച്ച് സ്വകാര്യ ബസ് വിഭാഗം അനുഭവിക്കുന്നുമുണ്ട്. അല്ല, ഒരു വേള എനിക്ക് തോന്നിയിട്ടുണ്ട് അവരത് അനുഭവിക്കണമെന്നുള്ളത്. കാരണം ഇവര് യാത്രക്കാരോട് പെരുമാറുന്ന, അല്ലെങ്കിൽ റോഡിൽ ബാക്കിയുള്ള വാഹനങ്ങളോട് പെരുമാറുന്ന പെരുമാറ്റം കണ്ടാലുണ്ടല്ലോ, പെറ്റ തള്ള സഹിക്കൂല. അതുകൊണ്ട് ഇവരൊക്കെ റോഡിൽ ഓടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ സ്വകാര്യ ബസ്സുകൾ. KSRTC ബസ് മോശമൊന്നുമല്ല കേട്ടോ, പക്ഷെ സ്വകാര്യ ബസ്സുകളെ കാരണം ഒരു നിലയ്ക്കും റോഡിൽ ഓടാൻ പറ്റൂല. അതിന് നമ്മുടെ സർക്കാരും ഉണ്ട് അതിന് ഉത്തരവാദി എന്ന് പറയുന്നത്. കാരണം 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് ഇടവേള ഇട്ടിട്ട് ഈ പെർമിറ്റ് കൊടുക്കുമ്പോൾ ഇന്നത്തെ ഈ കാലാവസ്ഥയില് എങ്ങനെയാണ് ആ സമയം കൊണ്ട് കവർ ചെയ്ത് പോകണമെന്ന് അറിയാൻ വയ്യ. വൈകിയാലും കുഴപ്പമാണ്, നേരത്തെ എത്തിയാലും കുഴപ്പമാണ്. പോട്ടെ, അത് വേറെ വിഷയമാണ്. നമുക്ക് മറ്റൊരു സ്ഥലത്ത് കൈകാര്യം ചെയ്യാം. ഏതായാലും നമ്മുടെ പൊതുഗതാഗത സംവിധാനങ്ങൾ നേരിടുന്ന അസഹനീയമായ തിരക്കും യാത്രാക്ലേശവും ദിവസേന യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും നന്നായി ബോധ്യമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ യാത്രാക്ലേശം പരിഹരിക്കാൻ എന്ന പേരിൽ സ്ത്രീകൾക്ക് മാത്രമായി യാത്രാ സൗജന്യം ഒരുക്കുന്ന നടപടി യഥാർത്ഥത്തിൽ പ്രശ്നത്തിന്റെ മൂലകാരണത്തെ സ്പർശിക്കുന്നില്ല എന്നതാണ് വസ്തുത. അതിനെക്കുറിച്ച് യാതൊരു ഒരു ടച്ചും അതിന്റെ ഭാഗത്തൂടെ പോകുന്നില്ല. ബസ്സുകളുടെ എണ്ണക്കുറവ്, നിലവിലുള്ള ബസ്സുകളിൽ ഇരട്ടിയിലധികം ആളുകളെ കുത്തി നിറച്ച് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ, ഇവിടുത്തെ യഥാർത്ഥ ഒരു പ്രതിസന്ധി അതൊക്കെയാണ്. ടിക്കറ്റ് ചാർജ് ഒഴിവാക്കിയത് കൊണ്ട് മാത്രം ആ ബസ്സുകളിൽ ഈ ശ്വാസം മുട്ടിക്കുന്ന തിരക്ക് കുറയില്ല. അതിന് പകരം സർവീസുകളുടെ എണ്ണം കൂട്ടണം, കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കണം. ആവശ്യമുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക ബസ്സുകൾ നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലേക്ക് കൊടുക്കുന്നത് പോലെ ഏർപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന പുരുഷന്മാരുണ്ട്. അവര് വലിയ തിരക്കിൽ കഷ്ടപ്പെട്ട് വിവേചനം അനുഭവിക്കുന്ന ഒരു സാഹചര്യം തുടർന്നുകൊണ്ടിരിക്കും. എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, എൻ്റെ പഴയ അധ്യാപികയുടെ, എൻ്റെ LP സ്കൂളിലെ എൻ്റെ അധ്യാപിക, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപികയുടെ മകൻ, അദ്ദേഹം രാവിലെ ഒരു വോയിസ് മെസ്സേജ് എനിക്ക് അയച്ചു. ഞങ്ങൾ ഈ പുരുഷന്മാരെല്ലാവരും തവിട് കൊടുത്ത് വാങ്ങിയവരാണോ എന്ന്. ആ വോയിസ് ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ചേർക്കുന്നുണ്ട്. വളരെ പ്രസക്തമായ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഇവിടെ ലിംഗവിവേചനത്തെക്കുറിച്ചും ഭരണഘടനാപരമായ തുല്യതയെക്കുറിച്ചുമൊക്കെ വലിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും സമത്വം ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും അതിന്റെ 15ാം അനുച്ഛേദത്തിലെ 3ാം ഉപവകുപ്പ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രത്യേകം ആനുകൂല്യങ്ങളും പദ്ധതികളുമൊക്കെ ആവിഷ്കരിക്കാൻ സർക്കാരുകൾക്ക് അധികാരം നൽകുന്നുണ്ട്. സാമൂഹികമായിട്ടുള്ള ആ ഒരു പിന്നോക്കാവസ്ഥ പരിഹരിക്കാനും സ്ത്രീ ശാക്തീകരണത്തിനുമായി നിയമപരമായി ഇതിനെ ഉപയോഗിക്കാമെങ്കിലും പ്രായോഗിക തലത്തിൽ ഇത് നടപ്പിലാക്കുമ്പോൾ വലിയ സാമ്പത്തിക വൈരുദ്ധ്യം ഉണ്ടായി വരുന്നുണ്ട്. ഉയർന്ന ശമ്പളവും നല്ല സാമ്പത്തിക ഭദ്രതയുമുള്ള സ്ത്രീകൾക്ക് ഒരു മാനദണ്ഡവും ഇല്ലാതെ ഈ യാത്രാ സൗജന്യം ലഭിക്കുമ്പോൾ ഒരു 10-70 വയസ്സായ ഒരു നിർധനനായ ഒരു കൂലിപ്പണിക്കാരൻ, അയാള് കാശും കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ബസ്സിന്റെ കമ്പിയിൽ തൂങ്ങി നിന്ന് യാത്ര ചെയ്യേണ്ടി വരും. ആ രീതി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നതിന്റെ ഗതിയാണ്. വരുമാനത്തിന്റെയോ അല്ലെങ്കിൽ സാമ്പത്തികാവസ്ഥയുടെയോ ഒരു തരത്തിലുമുള്ള മാനദണ്ഡവും നോക്കാതെ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകുന്നത് നീതിയാണോ എന്ന് ഇവിടെ നമ്മൾ പരിശോധിക്കണം. ഇത് യഥാർത്ഥത്തിൽ സഹായം അർഹിക്കുന്ന പാവപ്പെട്ടവരോടുള്ള അനീതിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് മാത്രമല്ല, KSRTC പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഫണ്ട് നൽകി ഇത്തരം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ
യാതൊരു പിന്തുണയുമില്ലാത്ത സ്വകാര്യ ബസ് മേഖല അവരിതിലൂടെ പൂർണ്ണമായും തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ബസ്സുകളിലെ അമിതഭാരം കയറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മോട്ടോർ വാഹന വകുപ്പും പോലീസും സാധാരണക്കാരും ചരക്ക് ലോറികളും ഒക്കെ വലിയ പിഴ ചുമത്തുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്. അപ്പൊ അതില് എന്റെ സുഹൃത്ത് എനിക്ക് അയച്ചിട്ടുള്ള വോയിസ് മെസ്സേജിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറമ്പിലൊക്കെ മണ്ണ് കയറ്റി വരുന്ന ലോറി പറമ്പിൽ നിന്ന് മണ്ണ് തൂക്കിയല്ലല്ലോ കയറ്റുന്നേ. മണ്ണിന് വെയിറ്റ് കൂടുതലും കുറവൊക്കെ ഉണ്ടാകാം. കയറ്റിക്കൊണ്ട് വരുന്നത് ബ്രിഡ്ജിൽ കയറ്റി തൂക്കുമ്പോൾ ഇനി ഒരു 10-500 കിലോ കൂടുതലുണ്ടെങ്കിൽ വലിയ പിഴയാ. ആ രീതിയിൽ പിഴ ചുമത്തുകയാണ്. ഇപ്പൊ KSRTC ബസ്സുകളിൽ നിയമം ലംഘിച്ചിട്ട് ആൾക്കാരെ കുത്തി നിറച്ചു കൊണ്ട് പോകുമ്പോൾ അവരിത് കാണുന്നില്ല. ആ ബസ്സിന് ഇൻഷുറൻസിലെങ്കിലും കുഴപ്പമില്ല, അതിന് മൊട്ട ടയറാണെങ്കിലും കുഴപ്പമില്ല, അതായത് ഇനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. ഇനി പോകുന്ന വഴിക്ക് KSRTC ബസ്സിന്റെ ചന്തി കൊണ്ട് പോകുന്ന കാറിന്റെ കണ്ണിൽ ഒരു കുത്തു കൊടുത്തിട്ട് അങ്ങ് പോയാലോ? അത് പോയി. ഇനി എത്ര കോടികൾ ചെലവഴിച്ചുണ്ടാക്കിയ കാർ എന്ന് പറഞ്ഞിട്ടും കാര്യമല്ല. KSRTC ആണ് തട്ടുന്നെന്നുണ്ടെങ്കിൽ പോയി, കഥ കഴിഞ്ഞു എന്നുള്ളൊരവസ്ഥ അതങ്ങനെയും. ഇത് നിയമത്തിന്റെ ഇരട്ടത്താപ്പാണ്. ഒരു സംശയം വേണ്ട ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നത്. സ്ത്രീ ശാക്തീകരണം എന്ന ഒരു ലക്ഷ്യം നല്ലത് തന്നെ, ഓക്കെ, സമ്മതിച്ചു. അത് നടപ്പിലാക്കുന്നതിലെ അപ്രായോഗികതകളുണ്ട്. ആ അപാകതകളും അതും ചോദ്യം ചെയ്യപ്പെടണം. ലിംഗഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് പകരം വരുമാനത്തിന്റെയോ അല്ലെങ്കിൽ സാമ്പത്തിക നിലയുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ അർഹരായവർക്ക് മാത്രം ഇത് പരിമിതപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പിന്നെ വേണമെങ്കിൽ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കത് കൊടുക്കാം. ഇവർക്ക് എല്ലാവർക്കും അതിനുള്ള സൗകര്യങ്ങൾ കൃത്യമായി ചെയ്താൽ മതി. പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇത്തരം വിഡ്ഢിത്തരങ്ങൾ കാണിക്കുമ്പോൾ പൊതുസമൂഹവും ബുദ്ധിജീവികളും ഒക്കെ ഇതിനെതിരെ ശബ്ദമുയർത്തേണ്ടത് സത്യത്തിൽ അത്യാവശ്യമാണ്. ഇവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നൊരു യാത്ര ആയതുകൊണ്ട് ആരെങ്കിലും അങ്ങോട്ട് ശബ്ദിച്ചു പോയി കഴിഞ്ഞാൽ അത് ജനാധിപത്യ വിരുദ്ധമായി പോകും, അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധമായി പോകും, സ്ത്രീ വിരുദ്ധമായി പോകും എന്നതൊക്കെയാണ് അവസ്ഥ. ഇവിടെ ശബ്ദിക്കേണ്ടത് സ്ത്രീകളാണ്. അവർ സംസാരിക്കട്ടെ. ഈ ദുനിയാവിലുള്ള എല്ലാ നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമാണ്. പുരുഷന്മാരെന്താ തവിട് കൊടുത്ത് വാങ്ങിയതാണോ? ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ എനിക്ക് അയച്ചിട്ടുള്ള വോയിസ് നോട്ട് അതുകൂടെ നിങ്ങളൊന്ന് കേൾക്ക്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടേറെ ചിന്തിക്കാനുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സൗജന്യം അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ, അവർക്കൊരല്പം ചിന്തിക്കാനുണ്ടാവും. ഈ യാത്രാക്ലേശം പരിഹരിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ഈ ബസ്സില്ലാതിരിക്കുകയും വരുന്ന ബസ്സിൽ ഇരട്ടി ആള് കയറുന്നതിൻ്റെ ഇടയിൽ കുത്തിപ്പിടിച്ച് നിന്ന് പോവുകയും ഒക്കെ ചെയ്യുന്നിടത്ത് പൈസ കൊടുക്കാതിരുന്നാൽ എങ്ങനെയാണ് ഈ യാത്രാക്ലേശം പരിഹരിക്കപ്പെടുന്നത്? അപ്പൊ അതല്ലല്ലോ വേണ്ടത്. സ്ത്രീകളുടെ യാത്രാക്ലേശം പരിഹരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് പ്രത്യേകം ബസ്സുകൾ ഇറക്കുക വേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഉള്ള ബസ്സുകൾ തന്നെ എണ്ണം കൂട്ടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ ചെയ്യേണ്ടത്. ഈ ഫ്രീ യാത്ര കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതൊന്നും ഈ പറഞ്ഞ ഒരു ഡെഫിനിഷനിലൊന്നും വരുന്ന ഒരു കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ ആണുങ്ങളെല്ലാം എന്തുവാ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ്. ഭരണഘടനയിൽ എഴുതി വെച്ചേക്കുന്നത് എന്താണ്? ലിംഗഭേദമില്ലാതെ എല്ലാ കാര്യങ്ങളും നടത്തണം, എല്ലാം ചെയ്യണം എന്ന് ഗവൺമെൻറ് ചെയ്യുന്ന ഒന്നും ലിംഗഭേദം കൂടാതെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ നടപ്പാക്കണം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അതിൽ ഒരു വിഡ്ഢിത്തം അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഭരണഘടന എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു 15A എന്നൊറ്റ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത്, അതിന് ഇത് ബാധകമല്ല. അതിൽ പിടിച്ചുകൊണ്ടാണ് ഇവന്മാർ ഈ പോക്രത്തരം കാണിക്കുന്നത്. അല്ല, എന്ത് നടപടിയാണ് ഇത്? എന്ത് ഇടപാടാണ്? ഇവന്മാർക്ക് അറിയാവുന്ന കാര്യമല്ലേ പ്രൈവറ്റ് ബസ്സുകാർ? അല്ലെങ്കിൽ ഇത് പ്രൈവറ്റ് ബസ്സിനെയും കൂടെ ബാധിക്കും. ഇവർക്ക് എങ്ങനെയാണോ പൈസ കൊടുക്കുന്നത് അതേ മാനദണ്ഡപ്രകാരം പ്രൈവറ്റ് ബസ്സിന് ആ പൈസ കൊടുത്താൽ പോരെ? അതെന്താ ചെയ്യാത്തത്? അപ്പൊ ഇത് അതൊന്നും അല്ല. ഇത് ഒരു തരം നമ്മളെ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന നമ്മുടെ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ വേറൊരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് ഇത് ശക്തമായിട്ട് എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങളെപ്പോലെയുള്ളവരൊക്കെയാണ് ജനത്തിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വയ്ക്കേണ്ടത്. അത് ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു ടിപ്പർ ലോറിക്കാരൻ അവന് 10 ടണ്ണാണ് അവൻ്റെ ആ ലോറിയിൽ കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടുള്ളതെങ്കിൽ അത് കൊണ്ടുപോയി തൂക്കുമ്പോൾ 500 കിലോ കൂടുതലാണെങ്കിൽ അവന് 25,000 രൂപ പിഴ അടിച്ചു കൊടുക്കും, ജീവിക്കാൻ വേണ്ടി ഈ സാധനവും കൊണ്ട് നടക്കുന്നവന്. അതേസമയം ഈ ബസ്സുകളിൽ നിയമപ്രകാരം കൊണ്ടുപോകാവുന്ന ഒരു എത്രയാണ് സീറ്റിംഗ് കപ്പാസിറ്റിയുടെ അതിന്ന് എത്രയോ 20% അത്രയും മറ്റോ ആണ്. 13 പേര് സ്റ്റാൻഡിങ്, അത്രയും മറ്റോ ആണ് അനുവദനീയമായ
ഇത് ഇങ്ങനെ ഈ ആൾക്കാരെ കുത്തിയിടിച്ച് കൊണ്ടുപോകുന്ന ബസ്സുകളെ ഇവിടുത്തെ ഈ നമ്മളൊരു സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്താൽ പിടിച്ച് ഫൈൻ അടിക്കുന്ന ഈ പിന്നെ മോട്ടോർ വെഹിക്കിളുകാരും പോലീസുകാരും ഒന്നും കാണുന്നില്ലേ? അല്ല, ഇത് നിയമലംഘനം അല്ലേ? അല്ല, എന്തോന്നാണ് ഇതിൻ്റെ ഉദ്ദേശം ഇവർ ചെയ്യുന്ന? ഇവർക്ക് പിന്നെ ഇവരുടെ പ്രസ്ഥാനങ്ങൾക്കെല്ലാം പ്രത്യേക ഒരു നിയമവും പൊതുജനത്തിന് വേറൊരു നിയമവും, ഈ KSRTCക്ക് ഒരു നിയമവും പൊതുജനത്തിന് വേറൊരു നിയമമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ജനത്തിൻ്റെ മുമ്പ് വയ്ക്കുന്നത്? ഇങ്ങനെ ഒരു വിഡ്ഢിത്തം കാണിച്ചിട്ട് അത് സ്ത്രീ ശാക്തീകരണമാണ്. എങ്ങനെയാണ് അത് സ്ത്രീ ശാക്തീകരണമാവുന്നത്? അതുപോലെ ഇനി അടുത്ത ഒരു കാര്യം, ഈ ബസ്സിൽ കയറി പിന്നെ ഇപ്പൊ തന്നെ മറ്റ് അടുത്ത സംസ്ഥാനങ്ങളിലേക്കാളും ഒക്കെ വളരെ കൂടിയ നിരക്കാണ് ഇവിടെ ഉള്ളത്. ആ കൊള്ള ചാർജും കൊടുത്ത് കയറി നിൽക്കുന്നവൻ ഒരു പാവപ്പെട്ട ഒരു 10-70 വയസ്സായ അപ്പാപ്പൻ ഈ കമ്പിയിൽ തൂങ്ങി നിൽക്കുമ്പോൾ ഈ നമ്മളിവിടെ ഓരോന്നിനൊക്കെ ഉള്ള 1 ലക്ഷത്തിന് മേലെ 2 ലക്ഷം വരെയൊക്കെ ശമ്പളം മേടിക്കുന്ന പിന്നെ ചെറുപ്പക്കാരികൾ ഈ ബസ്സിൽ ടിക്കറ്റിന് പൈസയും കൊടുക്കാതെ കയറി ഞെളിഞ്ഞിരുന്ന് പോവാന്ന് പറഞ്ഞാൽ അത് എന്തവസ്ഥയാണത്? അല്ല, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ചെയ്യുമ്പം അതിനെന്താ ആരും ചോദ്യം ചെയ്യാത്തത്? അതൊക്കെയല്ലേ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ മുമ്പോട്ട് വയ്ക്കേണ്ട ചോദ്യങ്ങൾ. ഇത് ശരിയല്ല. ഇത് ഈ കേരളത്തിലെ ഏതൊരു ഗവൺമെന്റും ഇവിടെ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വെച്ച് ഏറ്റവും വിഡ്ഢിത്തം നിറഞ്ഞതും ഒരു അധോഗമന ചിന്താഗതി ഉള്ളതുമായ ഒരു നടപടിയാണ് ഈ ഇടപാട്. അത് ഈ നമ്മുടെ ഇവിടെയുള്ള ബുദ്ധിജീവികളും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് നിർത്തിവെക്കേണ്ട ഒരു പരിപാടിയാണിത്. അല്ലെങ്കിൽ ഇത് ഈ നമ്മളെ നാട്ടിലെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ പ്രൈവറ്റ് ബസ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ മുഴുവൻ ഇല്ലാതാവും. ഈ പ്രൈവറ്റ് ബസ്സുകളെ ഇനി അഥവാ ഈ പ്രൈവറ്റ് ബസ്സുകളെ ഇല്ലാതാക്കാനുള്ള ഒരു സൂത്രവിദ്യ ആയിട്ടാണ് ഈ പരിപാടി കൊണ്ടിറക്കിയത്. എനിക്കറിയാൻ വയ്യ. എന്താ ഇത്? ആരും ഇവിടുത്തെ പിന്നെ ബുദ്ധിജീവികൾ, സാമൂഹ്യ പ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരൊന്നും ഇതിലെ ഈ അപാകതകൾ ചൂണ്ടിക്കാണിക്കാത്തത് എന്താണ്? Different angles. Don't forget to subscribe and support this channel.